ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സലിലെ ഹോം പേജിലിരിക്കുന്ന ഫോണ്ട് എന്ന ഏരിയയിലെ ടൂൾസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അതിനായി ഞാൻ ഇവിടെ ആദ്യം ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോണ്ട് സൈസ് ഒന്ന് വലുതാക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ മൗസ് ഈ ഏരിയയിലൂടെ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ഫോണ്ട് സൈസ് വലുതാകുന്നതായിരിക്കും. നോക്കുക. ഓക്കെ, ബിഗർ സൈസ് എപ്പോഴും 72ലാണ് ഉണ്ടാവുക. നമുക്ക് അതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ളൊരു സൈസ് 100 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ്ട് 100 ബിഗർ സൈസിലായി മാറുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേരിൻ്റെ സൈസ് ചെറുതാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഏറ്റവും കുറഞ്ഞൊരു സൈസ് തന്നിരിക്കുന്നത് 8 ആണ്. ഇനി നമുക്ക് 8ൽ താഴെയാണ് കൊടുക്കേണ്ടതെങ്കിൽ വളരെ ചെറുത് മതിയെങ്കിൽ നമ്മളൊരു 5 മതിയെങ്കിൽ നമുക്കൊരു 5 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ 5 എന്ന ഈ സൈസിലേക്ക് ആ ഫോണ്ട് പേര് മുഴുവൻ സൈസ് ചെറുതാകുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളിത് കുറച്ച് വലുതാക്കി. ഓക്കെ, അതിനുശേഷം നമ്മളൊരു കാര്യം ചെയ്യാണ്, ഇതിൻ്റെ ഫോണ്ട് പല ടൈപ്പുള്ള ഫോണ്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഏരിയയിലൂടെ മൗസ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പല ടൈപ്പിലുള്ള ഫോണ്ടുകൾ. ഓക്കെ, ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്, സെഞ്ചുറി. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇനി ഫോണ്ട് ഒന്ന് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബി എന്ന ഇവിടെ ബി എന്ന ആൽഫബറ്റ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇത് ബോൾഡ് ആയിരിക്കുകയാണ്. തിരിച്ച് പഴയ രീതിയിൽ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ബിയിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പഴയ രീതിയിൽ തന്നെ ആകുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പേര് കുറച്ച് ചെരിച്ചിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റാലിക് എന്ന ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പേര് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, പഴയ രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഐയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ രീതിയിലാകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ കൊടുത്ത ഈ പേരിന് ഒരു അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യു അണ്ടർലൈൻ, ഓക്കെ, യു എന്ന ഈ ആൽഫബറ്റിക് ഓർഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുത്ത ആ പേരിന് ഒരു അണ്ടർലൈൻ വരുന്നതായിരിക്കും. ഓക്കെ, ഞാനാണെങ്കിൽ അണ്ടർലൈൻ കളയണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ കൊടുത്ത പേരിന് ബോർഡർ ഒന്നുമില്ല. ഇപ്പോൾ നോക്കൂ, ഇതിന് ബോർഡേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഈ ഏരിയയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, തിക്ക് ബോർഡർ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു തിക്ക് ബോർഡർ വന്നിരിക്കുന്നതായിരിക്കും. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ മതിയെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ വരുന്നതായിരിക്കും. നമ്മൾ പ്രിന്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ബോർഡർ, ലൈറ്റ് ബോർഡർ. ഓക്കെ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് തിക്ക് ബോർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ചേഞ്ചസ് നോക്കാം. പ്രിന്റ് പ്രിവ്യൂ എടുത്ത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ബോർഡർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി എക്സൽ ഇവിടെ ഓൾറെഡി ഒരു ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് ബോർഡർ ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ നോ ബോർഡർ കൊടുത്തു. ഓക്കെ, ഫിനിഷ് എന്ന ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നോ ബോർഡർ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് പ്രിന്റ് പ്രിവ്യൂവിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത് നോക്കാം. ഓൾറെഡി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ കാണുന്നുണ്ടെങ്കിലും അത് പ്രിന്റ് പ്രിവ്യൂവിൽ വരുന്നതായിരിക്കില്ല. നമ്മൾ ബോർഡർ കൊടുത്താൽ മാത്രമേ അത് പ്രിന്റ് പ്രിവ്യൂവിൽ വരത്തുള്ളൂ. ലുക്ക്, ഇതിനിപ്പോൾ ഒരു ബോർഡറും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. നമ്മൾ നോ ബോർഡർ ആണ് ലാസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ബോർഡറും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ലുക്ക്,
അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബോർഡർ എന്ന ഈ ടൂൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇതിനൊരു തിക്ക് ബോർഡർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഡബിൾ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ അണ്ടർ ലൈനിൽ നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ ഈ ബോർഡറിന് നമുക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ കളറിന് പോയിട്ട് കളർ എന്ന ഈ ടൂളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ റെഡ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെഡ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊരു പെൻ ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. ആ പെൻ ഉപയോഗിച്ച് നമുക്ക് ബോർഡർ കളർ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക്, ഈ ബോർഡർ കളർ നമുക്ക് റെഡ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ റെഡ് ബോർഡർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക്, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഏരിയ നമ്മൾ ഈ കോളം മൊത്തം കളർ കൊടുക്കണം എന്ന് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പെയിന്റ് ഫിൽ കളർ എന്ന ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഈ പെയിന്റിന്റെ ഒരു ബക്കറ്റിന്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ആ സ്മോൾ ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ലുക്ക്, ഇപ്പോൾ ഗ്രീൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ ലൈറ്റ് മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ടുള്ള കളറിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക്, ഇപ്പം ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഡാറ്റ ഇപ്പോൾ കോളം ഇപ്പോൾ ഗ്രീൻ കളറിൽ അപ്പിയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഫോണ്ടിന്റെ കളർ, ഇപ്പം ഫോണ്ടിന്റെ കളർ ബ്ലാക്ക് ആണ്. ഇത് നമുക്ക് നേരെ റെഡിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. റെഡ് സെലക്ട് ചെയ്താൽ റെഡ് കിട്ടുന്നതായിരിക്കും. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എടുക്കാം. ബ്ലൂ, ഗ്രീൻ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. നമുക്ക് കളർ കോമ്പിനേഷനും ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക്, ഓക്കെ. ഇനി നമ്മൾ നോക്കാം. ഇനി നമുക്ക് നോക്കാം, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോണ്ടിന്റെ സൈസിന് നമുക്ക് ഇതിൽ ഇൻക്രീസ് ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സൈസിനെ വലുതാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേപടി നമുക്ക് ഇതിനെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ചെറുതാവുന്നതായിരിക്കും. ഓക്കെ. ലുക്ക്, നമുക്ക് ഡാറ്റ ചെറുതാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഹോം പേജിലിരിക്കുന്ന ഈ ഫോണ്ടിലെ ടൂൾസുകളുടെ ഉപയോഗങ്ങൾ. ഓക്കെ. Thanks for watching my video. Please do subscribe and comment. Bye bye.